സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം 26-ാം ദിവസത്തിൽ. സമരത്തെ പിന്തുണച്ച് ഇന്ന് കലാകാരന്മാരുടെ വിവിധ പ്രകടനങ്ങൾ അരങ്ങേറും. അന്താരാഷ്ട്ര വനിതാ ദിനമായ നാളെ വനിതാ സംഗമം സംഘടിപ്പിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. 26-ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും ആശാ വർക്കേഴ്സിന്റെ സമരവീര്യം കുറയുന്നില്ല. ഇന്ന് സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ മേഖലയിലെ കലാകാരന്മാരെത്തും. വൈകുന്നേരം 6 മുതൽ 10 വരെയാണ് കവികളും ഗായകരും മറ്റു കലാകാരന്മാരും തങ്ങളുടെ കലാരൂപത്തിലൂടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. പ്രോഗ്രസീവ് കൾച്ചറൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും ബാനർ സാംസ്കാരിക സമിതിയുടെയും നേതൃത്വത്തിലാണ് കലാകാരന്മാർ എത്തുക. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ അടിച്ചമർത്താൻ കുൽസിത ശ്രമം നടക്കുന്നുവെന്ന് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ ആരോപിച്ചു. നമ്മുടെ ആശാ സഹോദരിമാർ എത്ര നാളായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്നു. യാതൊരു വിധത്തിലുള്ള കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമില്ലാത്തവരാണ് അവർ ജീവിക്കാൻ വേണ്ടിയുള്ള സമരത്തിൻ്റെ പാതയിലാണ് വന്നിട്ടുള്ളത്. ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി പ്രകാശ് കാരാട്ട് മാതൃകാപരമെന്ന് വിശേഷിപ്പിച്ച CPMൻ്റെ ഭരണം നടത്തുന്ന ശ്രമങ്ങൾ, കുൽസിതമായ ശ്രമങ്ങൾ എത്രയോ പരിഹാസ്യമാണ്. അവരെ ആക്ഷേപിക്കുക, ഭരണയന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുക, അവർക്കെതിരെ കള്ള പ്രചരണങ്ങൾ നടത്തുക. ഈ രീതിയിലാണോ ഒരു മാതൃകാ ഭരണം പ്രവർത്തിക്കേണ്ടത്? ഇതാണോ പ്രകാശ് കാരാട്ട് വിഭാവനം ചെയ്യുന്ന മാതൃകാ ഭരണം? അന്താരാഷ്ട്ര വനിതാ ദിനമായ നാളെ വനിതാ കൂട്ടായ്മയും സംഘടിപ്പിക്കും. അതിനിടെ സമരക്കാരെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം.